വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത സർവകക്ഷി യോഗ തീരുമാനം അട്ടിമറിച്ച പന്നിയങ്കരയിലെ ടോൾ കമ്പനി സൗജന്യ യാത്ര 7.5 കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് മാത്രമാക്കി. രേഖകൾ മാർച്ച് 25-ന് മുമ്പ് സമർപ്പിക്കണമെന്നും ടോൾ കമ്പനിയുടെ നിർദ്ദേശം. പന്നിയങ്കര ടോൾ പ്ലാസയിൽ 7.5 കിലോമീറ്റർ പരിധിയിലുള്ള നാട്ടുകാർക്ക് സൗജന്യയാത്ര അനുവദിക്കുമെന്നും മാർച്ച് മാസം 25-നുള്ളിൽ വാഹനങ്ങളുടെ രേഖകൾ നൽകിയില്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ സൗജന്യയാത്ര അനുവദിക്കില്ലെന്നും ടോൾ കമ്പനി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച അറിയിപ്പ് ടോൾ പ്ലാസയിൽ പതിച്ചു. പ്രദേശവാസികൾ വാഹനത്തിന്റെ RC ബുക്കിന്റെ പതിപ്പ് 2 തിരിച്ചറിയൽ രേഖകളും കൊടുക്കണമെന്നാണ് അറിയിപ്പ്. 7.5 കിലോമീറ്ററിന് പുറത്തുള്ളവർക്ക് മാസപാസ് നൽകുമെന്നാണ് കമ്പനി പറയുന്നത്. കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണൻ MP, PP സുമോദ് MLA എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ നിലവിൽ 6 പഞ്ചായത്തുകൾക്ക് നൽകുന്ന സൗജന്യം തുടരുമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ടോൾ കമ്പനി തയ്യാറല്ലെന്ന് അറിയിച്ചു. തുടർന്ന് 10 കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് സൗജന്യം നൽകണമെന്ന യോഗം ആവശ്യപ്പെടുകയും ഇതിനായി അതിർത്തി നിശ്ചയിക്കാൻ ടീമിനെ നിയമിക്കുകയും ചെയ്തു. ഈ ടീം മാർച്ച് 25-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും തുടർന്ന് സർവകക്ഷി യോഗം ചേർന്ന അന്തിമ തീരുമാനമെടുക്കാമെന്നുമാണ് പറഞ്ഞിരുന്നത്. ഇതേ തുടർന്ന് ADM-ന്റെ നേതൃത്വത്തിൽ പരിശോധനയും തുടങ്ങി. എന്നാൽ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനത്തിന് വില കൽപ്പിക്കാതെ ടോൾ കമ്പനി മുന്നോട്ടു പോവുകയാണ്. ഇനി ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും 7.5 കിലോമീറ്ററിൽ കൂടുതൽ സൗജന്യം അനുവദിക്കില്ലെന്നുമാണ് ടോൾ കമ്പനി പറയുന്നത്. നിലവിൽ 850 വാഹന ഉടമകൾക്ക് സൗജന്യയാത്രയ്ക്ക് അനുമതി നൽകി കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ അപേക്ഷ കൂടി വാങ്ങി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത്. സമരക്കാരെ ഭിന്നിപ്പിക്കാനും ടോൾ കമ്പനി ശ്രമം നടത്തുന്നുണ്ട്. 7.5 കിലോമീറ്റർ ദൂരം സൗജന്യം മതിയെന്ന വാദം ചില സമരസമിതി കമ്പനിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യയാത്ര വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും സമരം തുടരുമെന്നും വടക്കഞ്ചേരി ജനകീയവേദിയുടെ നിലപാട്. പാലിയക്കരയിൽ 10 കിലോമീറ്റർ വരെ ദൂരം സൗജന്യയാത്ര അനുവദിച്ചിട്ടുണ്ടെന്നും പന്നിയങ്കരയിൽ അത് വെട്ടിക്കുറയ്ക്കുന്നത് അനീതിയാണെന്നും സമരസമിതി പറയുന്നു. മാർച്ച് മാസം 25-ന് നടക്കുന്ന സർവകക്ഷി റിപ്പോർട്ട് പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും അതിനു മുമ്പ് ടോൾ കമ്പനി നടത്തുന്ന നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്നുമാണ് ജനകീയവേദി നിലപാട്. UTV ന്യൂസ്, പാലക്കാട്.